റൈറ്റ് ഗൈസ്, അപ്പോൾ നമ്മൾ അസസബിൾ വാല്യൂ കണ്ടു, CIF എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് കണ്ടു, അതിന്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ മനസ്സിലാക്കി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ അസസബിൾ വാല്യൂയുടെ പുറത്ത് എങ്ങനെ നമ്മൾ ഡ്യൂട്ടി ചാർജ് ചെയ്യുന്നുള്ളത്, എന്തൊക്കെ തരം ഡ്യൂട്ടി ഉണ്ടത്, എങ്ങനെ ചാർജ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. ഓക്കെ, ദിസ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് കാൽക്കുലേഷൻ. അതുകൊണ്ട് ശ്രദ്ധിച്ച്, ആ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില എലമെന്റ്സ് എടുക്കുമ്പോൾ നമ്മൾ ശരിക്കും സൂക്ഷിക്കണം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഓരോ ഐറ്റായിട്ട് നോക്കി തന്നെ പോവാട്ടോ. ഓക്കെ റൈറ്റ്. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം നോക്കിയാൽ, ഇതിവിടെ റൈറ്റ് നമ്മൾ എഴുതുക, അതൊന്ന് ഞാൻ സ്പെഷ്യൽ കളറിൽ ഹൈലൈറ്റ് ചെയ്യുക. അസസബിൾ വാല്യൂ, അത് ഈ കണ്ടുപിടിച്ച സാധനം ഇവിടെ കൊണ്ടുവന്ന് എഴുതി. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇതായിരിക്കില്ല, ടാലിഫ് വാല്യൂ ആയിരിക്കാം. വേണ്ടത് അവിടെ വിടുക. ഇനി വരുന്നതാണ് നോക്കേണ്ടത്. ഇനിയാണ് ഡ്യൂട്ടീസ് വരുന്നത്. ഡ്യൂട്ടീസ് അല്ല, ഞാൻ നോർമൽ ഡ്യൂട്ടീസ് മഞ്ഞയിൽ മാർക്ക് ചെയ്യുക. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, ഇതിന്റെ പുറത്ത് വരുന്ന അത് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇതിന്റെ പുറത്ത് വരുന്ന ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എത്ര ശതമാനമാണോ അത് ചാർജ് ചെയ്യുക. അതിന്റെ കൂടെ പ്ലസ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി വല്ലതും നമ്മുടെ ടാരിഫ് കമ്മിറ്റി പറഞ്ഞ് സെൻട്രൽ ഗവൺമെന്റ് ടാരിഫ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്തതിലെ പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി ഉണ്ടോ നോക്കുക. ക്വസ്റ്റ്യൻ പറയുമ്പോണ്ടെങ്കിൽ തന്നെ ഉണ്ടാവാറൊന്നുമില്ല, അതും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിന്റെ മൂന്നിന്റെയും ടോട്ടൽ, അതായത് അസസബിൾ വാല്യൂ പ്ലസ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി പ്ലസ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി, അതിന്റെ ടോട്ടൽ എ എന്ന് പറഞ്ഞെടുക്കുക. ഓക്കെ ഡൺ. ഇനി ഈ എയുടെ കൂടെ ആഡ് CVD അണ്ടർ സെക്ഷൻ 3(1) ഓൺ എ. അത് ഈ എയുടെ പുറത്ത് CVD അണ്ടർ സെക്ഷൻ 3(1). CVD എന്ന് പറഞ്ഞാൽ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി. കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനത്തിനെ കൗണ്ടർ ചെയ്യാനായിട്ട്, എന്തോ ഒരു സാധനത്തിന്റെ നഷ്ടം കൗണ്ടർ ചെയ്യാനായിട്ട്. നമ്മൾ പുറത്തുനിന്ന് ഉൽപ്പാദനം ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റാണ് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ വരുന്നത്, അല്ലേ? അപ്പോൾ പുറത്ത് ഉൽപ്പാദനം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദനം ചെയ്തിരുന്നെങ്കിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു എക്സൈസ് ഡ്യൂട്ടി ഇന്ത്യൻ ഗവൺമെന്റിന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് എക്സൈസ് ഡ്യൂട്ടി വരുന്നതായിരുന്നെങ്കിൽ ഇത് പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ എക്സൈസ് ഡ്യൂട്ടി ഗവൺമെന്റിന് നഷ്ടമായില്ലേ? ആ എക്സൈസ് ഡ്യൂട്ടിയുടെ നഷ്ടം നികത്താനായിട്ട് നമ്മൾ ഈ CVD 3(1) അപ്ലൈ ചെയ്യുന്നത്. ഇത് എന്തിനൊക്കെയാ വരിക? ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ, ടൊബാക്കോ പ്രൊഡക്ട്സ്, പെട്രോളിയം പ്രൊഡക്ട്സ്, HP എന്ന് പറയുന്നത് ഹൈ സ്പീഡ് ഫ്യൂവൽ, പെട്രോളിയം ക്രൂഡ്, മോട്ടോർ സ്പിരിറ്റ്, പെട്രോൾ, ഏവിയേഷൻ ഫ്യൂവൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ഈ 3 കാറ്റഗറി ഐറ്റംസിന് നമ്മൾ CVD 3(1) ഓൺ എ ചാർജ് ചെയ്യും. അപ്പോൾ ഇതിന്റെ പുറത്താണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്കൊരു ടോട്ടലായി. ഇനി വരുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ്, ഇവിടെ ഇങ്ങനെയല്ല, ഓൺ ബി എന്നല്ല വരണ്ട, ഇത് പോട്ടെ, അതല്ല, സോഷ്യൽ വെൽഫെയർ സർചാർജ് അറ്റ് 10%. എന്തിന്റെ 10% അത്? ഈ ബിയുടെ 10% ആണോ? അല്ല, പിന്നെ എന്തിന്റെ 10%? ഈ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി പ്ലസ് ഈ പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി പ്ലസ് ഈ പറയുന്ന CVD അണ്ടർ സെക്ഷൻ 3(1). CVD 3(1). ഈ 3 സാധനത്തിന്റെയും 10% സോഷ്യൽ വെൽഫെയർ സർചാർജ് വരണം. ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് എന്താ അറിയോ? ഇത് ഉണ്ടെങ്കിൽ ക്വസ്റ്റിനെ എഴുതിയാൽ മതി. ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് എഴുതിയാൽ മതി. ഇതും ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എഴുതിയാൽ മതി. ഇതെന്തായാലും ഉണ്ടാവും, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എന്തായാലും ഉണ്ടാവും. സോഷ്യൽ വെൽഫെയർ സർചാർജില്ലേ, അവൻ കമ്പൽസറിയാ. അത് നമ്മൾ ഇൻകം ടാക്സിൽ സെസ് ആഡ് ചെയ്യണ പോലെയാണ്. അത് കമ്പൽസറി ആയിട്ട് സോഷ്യൽ വെൽഫെയർ സർചാർജ് നമ്മൾ ആഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഇത് രണ്ടിന്റെയും ഇവന്റെയും കൂടെ ടോട്ടൽ, ഈ മൂന്നെണ്ണത്തിന്റെ ടോട്ടൽ നമ്മൾ സോഷ്യൽ വെൽഫെയർ സർചാർജ് ആഡ് ചെയ്യുന്നു. അങ്ങനെ സോഷ്യൽ വെൽഫെയർ സർചാർജ് 10% കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ടോട്ടൽ എടുക്കുന്നു. ഈ ടോട്ടൽ എന്തൊക്കെയുണ്ട്? ഈ ടോട്ടൽ ഈ കഴിഞ്ഞ എല്ലാ സാധനമുണ്ട്. പക്ഷേ സോഷ്യൽ വെൽഫെയർ സർചാർജ് എടുക്കുമ്പോൾ എന്തിന്റെ പുറത്തെടുക്കണം? എല്ലാത്തിന്റെയും പുറത്തല്ല. അത് ബിയുടെ പുറത്തല്ല, മറിച്ച് ഈ BCD, പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി ആൻഡ് CVD, ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രം, ഇത് രണ്ടും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ഇനി ഇപ്പൊ ഇങ്ങനെ നമുക്കൊരു വാല്യൂ കിട്ടിയില്ലേ? ഈ വാല്യൂവിന്റെ പുറത്ത് CVD അണ്ടർ സെക്ഷൻ 3(5) നമ്മൾ ചാർജ് ചെയ്യുന്നു. കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി അണ്ടർ സെക്ഷൻ 3(5). അപ്പൊ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു സാധനം കൗണ്ടർ ചെയ്യാനാണല്ലോ. ഇവിടെ എന്താ കൗണ്ടർ ചെയ്യുന്നത്? വാറ്റ്. നമ്മുടെ നാട്ടിലായിരുന്നു ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇതിന് വാറ്റ് വരുമായിരുന്നെങ്കിൽ ആ വാറ്റിന്റെ ബാലൻസ്, ആ വാറ്റ് കിട്ടാതെ പോയില്ലേ നമ്മുടെ ഗവൺമെന്റിന്? ആ കിട്ടാതിരുന്ന വാറ്റ് എന്തിനാ വരുന്നത്? പെട്രോളിയം പ്രൊഡക്ട്സ്. മാക്സിമം ഒരു 4% അത് വരിക. ഓക്കെ, അങ്ങനെ വാറ്റിന്റെ പരിപാടിയും കൂടെ കഴിഞ്ഞാൽ നമ്മളൊരു ടോട്ടൽ എടുക്കുന്നു. ഇതും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ടോട്ടൽ എടുക്കുന്നു. ഇത്രയുള്ള സാധനങ്ങൾ മൊത്തം ആഡ് ചെയ്ത് നമ്മൾ ടോട്ടൽ എടുക്കുന്നു. തീർന്നു. ബേസിക് കാര്യങ്ങൾ കഴിഞ്ഞു. ഇവിടെ വരെയുള്ള ബേസിക് കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഞാൻ പേനയുടെ കളർ മാറ്റാൻ പോവാം. സ്പെഷ്യൽ ഐറ്റംസ് ഇനി വരുന്ന മൊത്തം പേന ഏത് കളറാക്കും? പച്ചയാക്കാം. ഇനി വരുന്നതാണ് സ്പെഷ്യൽ ഐറ്റംസ്. സ്പെഷ്യൽ ഐറ്റം നമ്പർ 1, സേഫ് ഗാർഡ് ഡ്യൂട്ടി. ഇതെന്താ സംഗതി എന്നറിയോ? ഇത് പുറം രാജ്യത്ത് നിന്ന് ഭയങ്കര വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട്, ഇപ്പൊ ചൈനയിൽ നിന്ന് നമ്മുടെ ഇവിടെ കിട്ടുന്ന സാധനം, ചൈനയിൽ നിന്ന് അവരൊരു 10 ലക്ഷം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് ഇന്ത്യയെ കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്തു. അത് ഭയങ്കര ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എസ്പെഷ്യലി കോസ്റ്റ് അക്കൗണ്ടൻസി ആയതാണ് നമുക്കറിയാം, ക്വാണ്ടിറ്റി കൂടിയാൽ
ക്വാണ്ടിറ്റി കൂടിയാൽ കോസ്റ്റ് പെർ യൂണിറ്റ് കുറയില്ലേ? കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും. അതിൽ കോസ്റ്റ് പെർ യൂണിറ്റ് കുറഞ്ഞാൽ ഒരു കുറഞ്ഞ കാശിന് ഇന്ത്യയെ കൊണ്ടൊന്നും വിൽക്കാൻ പറ്റില്ലേ? അപ്പം കുറഞ്ഞ കാശിന് ഇന്ത്യയെ കൊണ്ട് നിൽക്കുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ആൾക്കാർക്ക്, ഇന്ത്യയിൽ ഉൽപ്പാദനം ചെയ്യുന്നവർക്ക് ഒരു അടിയാവൂലേ, വയറ്റത്തടിയാവൂലേ? ആ വയറ്റത്തടി അവോയ്ഡ് ചെയ്യാനായിട്ട് ലാർജ് ക്വാണ്ടിറ്റി ഇമ്പോർട്ട്സിന്റെ ഈ പറഞ്ഞ ബെനിഫിറ്റ് കളയാനായിട്ടാണ് സേഫ് ഗാർഡ് ഡ്യൂട്ടി വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് CVD അണ്ടർ സെക്ഷൻ 9 ഓഫ് കസ്റ്റംസ് ടാരിഫ് ആക്ട്. അതായത് ചില രാജ്യങ്ങൾ ആ രാജ്യത്തിൽ നിന്ന്, സോ ഫോർ എക്സാമ്പിൾ ഇത് എക്സ്പോർട്ടർ കൺട്രി, ഓക്കെ, ഇവിടെ 100 രൂപയുടെ പ്രൊഡക്റ്റിന് വരുന്നത്. പക്ഷെ അവിടുത്തെ ഗവൺമെന്റ് ഒരു സബ്സിഡി കൊടുത്തു, ഇതിനൊരു 60 രൂപ കുറച്ചോ എന്ന് പറഞ്ഞു. 60 രൂപ ഗവൺമെന്റ് കൊടുത്തു. അപ്പോൾ 40 രൂപ ഉണ്ടാക്കണവന് കോസ്റ്റ്. ഈ 40 രൂപയുടെ ഇൻഷുറൻസും ഫ്രൈറ്റും എല്ലാം കൂടെ കഴിഞ്ഞ് ഇന്ത്യയിൽ ഈ സാധനം ഇമ്പോർട്ട് ചെയ്തത് 60 രൂപയ്ക്ക്. ഓക്കെ, ഇപ്പം കസ്റ്റംസ് ഡ്യൂട്ടി എല്ലാം കൂടെ ഉൾപ്പെടെ, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഇസ്, വരുന്ന കഴിഞ്ഞാൽ അവന് ഇന്ത്യയിൽ വിൽക്കാൻ പോകുന്നത് 75 രൂപയ്ക്കാണ് ഇമ്പോർട്ട് ചെയ്ത സാധനം. അതേസമയം ഇന്ത്യയിലൊരു മാനുഫാക്ചർ ഉണ്ട്, അവന് ഈ പ്രൊഡക്റ്റ് വിൽക്കുന്നത് 100 രൂപയ്ക്ക്. അവന് 100 രൂപയ്ക്ക് ഇത് വിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു കസ്റ്റമറെ നോക്കുമ്പോൾ ഇമ്പോർട്ടഡ് സാധനം 75 രൂപയ്ക്കും ഇന്ത്യൻ സാധനം 100 രൂപയ്ക്കും. പ്രശ്നമില്ലേ? എന്തുകൊണ്ട് ഇവിടെ വില കുറയാൻ കാരണം? ഈ ഗവൺമെന്റ് കൊടുത്ത സബ്സിഡി അല്ലേ? ഈ സബ്സിഡിയുടെ എഫക്റ്റ് റിവേഴ്സ് ചെയ്യാനായിട്ടാണ് ഈ പറഞ്ഞ CVD അണ്ടർ സെക്ഷൻ 9. നെക്സ്റ്റ് ഓൺ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. ഇതെന്താ സംഗതി? ചില രാജ്യങ്ങളെ സാധനം ഉണ്ടാക്കി സബ്സിഡി ഒന്നല്ല, അവർ സാധനത്തിന് വില കുറച്ച്, അവരുടെ നാട്ടിൽ പോലും വിൽക്കുന്നതിനെക്കാട്ടും വില കുറച്ച് നമ്മുടെ നാട്ടിൽ കൊണ്ട് തട്ടാൻ നോക്കും. അങ്ങനെ ചെയ്യുമ്പോൾ വരുന്നൊരു വലിയൊരു നഷ്ടമുണ്ട്. അത് ഷോ യു വാട്ട് ഇറ്റ് ഇസ്. ഇൻസേർട്ട് ചെയ്യട്ടെ, ഇൻസേർട്ട് അവിടെ. അതെന്ത് ഓക്കെ അറിയാണ്ട് ഇത് ക്ലിക്ക് ചെയ്യണ്ടേ, അത് ചെറിയൊരു എറർ വന്നു. ജസ്റ്റ് മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അല്ലണ്ട, നമുക്ക് നോട്ടിലേക്ക് പോകാം. ദിസ് ഇസ് ബെറ്റർ. യെസ്, ചില രാജ്യങ്ങൾ, സേ ഫോർ എക്സാമ്പിൾ ജപ്പാനിലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, അതിന് 100 രൂപ വരേണ്ടിയിരുന്നത്. പക്ഷേ അവൻ എന്ത് ചെയ്തു? നമ്മുടെ നാട്ടിലേക്ക് 75 രൂപയ്ക്ക് ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മാർജിൻ അവനുണ്ട് 25 രൂപ. ഇതിനെയാണ് പറയുന്നത്, ഒരു ഇത് ഇപ്പോൾ തൽക്കാലം പേര് ഞാൻ പറയുന്നില്ല, ഇതൊരു മാർജിനാണ്. ഈ ഒരു മാർജിൻ വെച്ച് 75 രൂപയ്ക്ക് നമ്മുടെ നാട്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊന്നും എല്ലാ ചാർജസും എല്ലാം കഴിഞ്ഞപ്പോൾ 85 രൂപയ്ക്ക് ഈ സാധനം വിൽക്കുകയാണ് ഇന്ത്യയിൽ. ഓക്കെ, ഇത് ഇന്ത്യയിൽ ഇവർ 85 രൂപയ്ക്ക് ഈ സാധനം വെച്ച് വിൽക്കുകയാണ്. പക്ഷെ ഇന്ത്യയിൽ പൊതുവെ ഒരാൾ ഇത് വിൽക്കുന്നത് 95 രൂപയ്ക്ക്. അപ്പോൾ 95 രൂപയ്ക്ക് ഇന്ത്യക്കാരൻ വിൽക്കുന്ന സാധനം ഇവൻ പുറത്തുനിന്ന് 85 രൂപയ്ക്ക് വിൽക്കണം. അപ്പോൾ ഇവിടെ ഉണ്ട് ഒരു മാർജിൻ അല്ലേ? യെസ്, അപ്പോൾ 2 മാർജിനായി ഇവിടെ. ഈ 2 മാർജിനായി ലോവർ ഏതാ? ഈ 10 അല്ലേ? ഈ 10നെ എടുത്ത് ഇവൻ കൊണ്ടുവന്ന വാല്യൂൻ്റെ കൂടെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യും. ഇതിൻ്റെ കൂടി 10 കൂടെ ആഡ് ബാക്ക് ചെയ്യും. അപ്പോൾ എത്ര വില? 95 ആയി. അത്രയുള്ള സംഗതി. മനസ്സിലായോ? The lower of either margin of dumping എന്ന് പറഞ്ഞാൽ ഇവൻ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുമ്പോൾ ഇവൻ എന്ത് മാർജിനിലാണ് കൊണ്ടുവരുന്നത്? 25 മാർജിനിൽ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത് കൊണ്ടുവരുമ്പോൾ 85 രൂപയ്ക്കാണ് വിൽക്കുന്നത്, നമ്മുടെ നാട്ടിൽ 95 രൂപയ്ക്കാണ് നമ്മുടെ നാട്ടുകാരത് വിൽക്കുന്നത്. ഇവിടെ ഒരു ഇഞ്ചുറി സംഭവിക്കുന്നു. ആ ഇഞ്ചുറി എത്രയാണ്? 10 രൂപയാണ് നമുക്കൊന്ന് ഇഞ്ചുറി. ആ ഇഞ്ചുറി ഒന്നില്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഇത് അതിൻ്റെ ലോവർ. ആ 10 നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യും. ലോവർ ഓഫ് മാർജിൻ ഓഫ് ഡംപിങ് അല്ലെങ്കിൽ ഇഞ്ചുറി മാർജിൻ. അങ്ങനെ ഈ 3 സാധനങ്ങളും കൂടെ ആഡ് ബാക്ക് ചെയ്താൽ, ഈ 3 സാധനം ആഡ് ബാക്ക് അല്ല, ഈ 3 സാധനങ്ങളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ടോട്ടൽ കിട്ടും. ദാറ്റ് ഈസ് ദ ടോട്ടൽ ഫ്രം D to E. ഇവിടെ തൊട്ടുള്ള സാധനങ്ങളുടെ ടോട്ടൽ, അതാണ് ഈ ടോട്ടൽ. ഈ ടോട്ടലിലെ പുറത്ത് IGST ചാർജ് ചെയ്യും. ഈ ടോട്ടലിലെ പുറത്ത് GST കോമ്പൻസേഷൻ സെസ് ഉണ്ടെങ്കിൽ അതും ചാർജ് ചെയ്യും. എന്നിട്ട് അങ്ങനെ ഒരു ടോട്ടൽ എടുക്കും. ദാറ്റ്സ് ആർ ടോട്ടൽ വാല്യൂ ഇൻക്ലൂഡിങ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അതാണ് ടൈപ്സ് ഓഫ് ഡ്യൂട്ടിയും അതിൻ്റെ വാല്യൂഷൻ്റെ കാര്യം. ഓരോരു കാര്യം ഓർക്കണം, നമ്മൾ ടോട്ടൽ എടുക്കുമ്പോഴാട്ടോ എന്തിൻ്റെ പുറത്താണ് ഓരോന്ന് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ സോഷ്യൽ വെൽഫെയർ സർചാർജ് എടുക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, അത് തൊട്ടുമ്പോൾ ടോട്ടലിൻ്റെ മുകളിലല്ല വരണ്ടേ, മറിച്ച് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ CVD അണ്ടർ 3(1) ഈ 3ൻ്റെയും പുറത്താണ് സോഷ്യൽ വെൽഫെയർ സർചാർജ് വരേണ്ടത്. പൊതുവേ ഇത് രണ്ടും ഉണ്ടാവാറില്ല ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇതിൻ്റെ പുറത്തായിരിക്കും സോഷ്യൽ വെൽഫെയർ സർചാർജ് വരിക കേട്ടോ. ഓക്കെ, അങ്ങനെ ഈ പരിപാടിയും കഴിഞ്ഞു. യെസ്, so I'll see you in the next video where we learn about അടുത്തത് എന്തായിരിക്കണം. നമുക്ക് അടുത്തത് അസസ്മെന്റ് വാല്യൂഷൻ റൂൾസ് അല്ല, അസസ്മെന്റും ക്വസ്റ്റ്യൻസും അതായിരിക്കും അടുത്തത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോയിൽ കണ്ടതിൽ നിന്നും കോൺസെപ്റ്റ് എല്ലാം നന്നായി മനസ്സിലായി, കാൽക്കുലേഷൻ നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് ആൻഡ് ഡു ഷെയർ യുവർ തോട്ട്സ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. ബിക്കോസ് ഇറ്റ് മേക്സ് മീ റിയലി ഹാപ്പി ടു സീ യുവർ റിയാക്ഷൻസ്. ആൻഡ് വേറെ വല്ലതും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല, അത്രേ ഉള്ളൂ. സോ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്നായി മനസ്സിലായി, നന്നായി പഠിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. Yes, I'll see you in the next video. Till then, tata, take care and goodbye. This is Nishant Rangnath signing off and wishing you the very best for your upcoming examinations. Bye.